കുട്ടിക്ക് ഒരൊറ്റ ചാൻസ് തരാം. അതാണ് കുട്ടിക്കൊരു ചാൻസ് തരാം. ആ ചാൻസിൽ കുട്ടി നമ്മൾ പറയുന്നൊരു ചലഞ്ച് കംപ്ലീറ്റ് ചെയ്താൽ കുട്ടിയെ നമ്മൾ മുതുക്കി കൊണ്ടാക്കും, അത് ഈ വണ്ടിയിൽ. അല്ലെങ്കിൽ കുട്ടിയുടെ മരണം, ഡെഡ് ബോഡി, അല്ലെങ്കിൽ കുട്ടിയുടെ ഡെഡ് ബോഡി ഈ കൊക്കയിലായിരിക്കും. മനസ്സിലായോ? ചലഞ്ചൊക്കെ പറയാം. ഓ മനസ്സിലായോ? ഓക്കെ ആണോ? ഹലോ കേട്ടൂടെ? ചലഞ്ച് എന്ന് വെച്ചാല് കുട്ടി എന്നെ ഇംപ്രസ് ചെയ്യിപ്പിക്കണം. എനിക്കറിയത്തില്ല. അപ്പൊ മരണത്തിലോട്ട് പോവാം. കുട്ടി എന്നെ പ്രപ്പോസ് ചെയ്യണം. അതെ, എനിക്കറിയില്ല. അറിയത്തില്ലെങ്കിൽ പഠിക്കണം, പഠിച്ചില്ലെങ്കിൽ മരണം ഇന്ന് ഈ കൊക്കയിലായിരിക്കും കുട്ടി. കമോൺ. ചേട്ടാ എന്നെ മുതുക്കിൽ വിട്ടാ മതി. മുതുക്കി വിടാം പറഞ്ഞില്ലേ? നിങ്ങൾ വെക്കുന്ന കാശ് എത്ര വേണേ ഞാൻ തരാം. എന്നാ പിന്നെ ഒരു 2.5 കോടി. 2.5 കോടി എന്നാ സ്പോട്ടിൽ പൈസ നമ്മള് ഉണ്ടാക്കും. മുതുകിൽ ആരെയും മേടിച്ച് ഞാൻ തരാം. അത് നമുക്ക് വിശ്വാസമില്ലല്ലോ. മുതുക്കിന്ന് ഞാൻ എന്റെ ഒരു പുള്ളി അവിടെ വെയിറ്റ് ചെയ്യുന്നു. എന്റെ പുള്ളിയോ? എന്നാ അവനെ ഒന്ന് വിളിച്ച് ലൗഡ് സ്പീക്കർ ഇട്ടെ. അവനെ വിളിച്ച് ലൗഡ് സ്പീക്കർ ഇടണം. നമുക്ക് വിശ്വാസം ഇല്ല. ലൗഡ് സ്പീക്കർ ഇടണം അവനെ വിളിച്ചിട്ട്. അതെന്താ വർക്കാവത്ത? അപ്പൊ വിടണ്ടല്ലോടാ. നമുക്ക് വേറെ പണിയൊന്നുമില്ല. നമ്മള് ഇന്ന് ഒരു 2-3 മണിക്കൂർ ഇവിടെ ഇരിക്കും. കുഴപ്പമുണ്ടോ കുട്ടിക്ക്? കുട്ടി ചില്ലൊക്കെ ചെയ്തോ? അല്ലെങ്കിൽ നടന്നൊക്കെ പോകും. വണ്ടി വിളിച്ചാൽ പോലെ വരും, വരത്തില്ലേ? ഇത് ഏത് മലയെന്ന് പറയാൻ ചില്ലയാട് പോലും പറയാൻ പറ്റത്തില്ല. അവസ്ഥ കുഴപ്പമില്ലടാ. ഇതാണ് നമ്മുടെ മുതുക്ക്. നമ്മളിവിടെയാണ് മുതുക്കെന്ന് പറയുന്നത്, മനസ്സിലായോ? പിന്നെ അങ്ങനെ കുട്ടിക്ക് ഒന്നും ചെയ്യാനും പറ്റും. സ്നൈപ്പ് എന്ത് കാണാടാ അവളെ? വെട്ടിയങ്ങ് തീർക്കട്ടെ. സ്നൈപ്പേ പാരച്ചൂട്ട് തരാം. ചാടുവോ ഇവിടെ നിന്ന്? എവിടെ ആൾക്കാര്? കൊറേ വണ്ടി. ഓ നിന്നെ രക്ഷിക്കാൻ ആളെത്തിയല്ലേടി? നീ ആൾക്കാരെ വിളിച്ച് കൂട്ടിയല്ലേടി? നീ ആള് ഫാസ്റ്റ് ആണല്ലോടി. നിനക്ക് തലച്ചോറിലെന്ന് ആര് പറഞ്ഞേ? ബുദ്ധി ഉണ്ടല്ലോടി അപ്പൊ നിനക്ക്? ഓഹോ, അപ്പൊ ഇവിടെ എന്തോ ഉടായ്പ പരിപാടി നടത്തുന്നുണ്ട് കേട്ടാ. നമ്മുടെ ഏരിയ എന്ന് പറയാമേ, ഇറങ്ങാൻ പറയാം. കപ്പിൾസ് അല്ലേ? അതെ, അവരോട് സംസാരിച്ചു കഴിഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടാക്കി തരാം. അതിന്റെ ഇടയിൽ വല്ല ബുദ്ധിപരമായ നീക്കം വല്ലോ നീങ്ങിക്കഴിഞ്ഞോണ്ടല്ലോ ഒരഞ്ഞോളെ ഞാൻ. ഹലോ, ഇത് നിങ്ങളെന്താണ് ഇവിടെ? നമ്മുടെ ഏരിയ ആണ്. ഇതെന്താ നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏരിയ ആണിത്. നമ്മള് ആ കുട്ടിയായിട്ട് നമുക്കൊരു ബന്ധമില്ലേ? ഇതാരാണ്? ഇവിടെ നിങ്ങൾ ലീവ് ചെയ്യണം. ഇവിടെ ഒരു സിറ്റുവേഷൻ ആണ്. സോ ഐ റിക്വസ്റ്റ് യു, നിങ്ങൾ ഇവിടെ ലീവ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ. ഓ അപ്പടിയാ. ഓക്കേ ഓക്കേ. ഏതാണ് ഗ്യാങ്? പെണ്ണേ വെടിവെച്ചായിടും. ചത്തിയത് ആളേത് ആളേത് നിന്നോട് ഞാൻ ഒരു വട്ടം പറഞ്ഞു, വണ്ടി എടുത്തോണ്ട് പോയോ നിന്റെ മരണം എന്റെ കൈ കൊണ്ടായി. ഹലോ, അതെ നമ്മുടെ ഒരു അനിയത്തിയാണ് ഇത്. അപ്പൊ നിങ്ങള് പോലീസാണോ? പോലീസാണോ അത് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഏതാണ് ഗ്യാങ്? ഇതാരാണ്? നിങ്ങളാരാണ്? നമ്മള് TV. ഇതാരാണ്? ഓക്കെ, അത് നമ്മുടെ ഐഡന്റിറ്റി നമുക്ക് പുറത്തു പറയാൻ പറ്റൂല. സോ ഇവിടെ നമ്മളിപ്പോ ഒരു സിറ്റുവേഷൻ നിൽക്കുകയാണ്. അതെന്താടാ നിനക്ക് പുറത്ത് പറഞ്ഞ? എന്റെ ഐഡന്റിറ്റി ഞാൻ പുറത്ത് പറഞ്ഞില്ലേ? താങ്കളുടെ ഐഡന്റിറ്റി നമുക്ക് ചോദിച്ചാലേ പറ്റൂ. അപ്പൊ നിന്റെ ഐഡന്റിറ്റി നമുക്ക് അറിയണം. സേഫ്റ്റിക്കാണ് പറയുന്നത്. ഐഡന്റിറ്റി പറയാതെ നമുക്ക് ലീവ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ? താങ്കൾക്ക് ലീവ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഇതിന്റെ കോൺസിക്വൻസസ് താങ്കൾ ഫേസ് നേരിടും. നമ്മൾ 2 പേരുണ്ട്. കൈപൊക്കാൻ പറഞ്ഞ കോൺസിക്വൻസസ് എന്താവും?
നിങ്ങൾ 2 പേരുള്ളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ നിങ്ങൾക്ക് മേളിലോട്ടോ താഴോട്ടോ ഒക്കെ നോക്കി കഴിഞ്ഞാൽ എത്ര പേരെ വേണേലും നിങ്ങൾക്ക് കാണാം. നമ്മൾ ഒരാളെ പോലും കണ്ടിട്ടില്ല. നിങ്ങൾ കാണത്തില്ലാത്തത് നമ്മുടെ കുറ്റമാണ് സുഹൃത്തെ. ബ്രോ നിങ്ങളുടെ ഐഡന്റിറ്റി പറയാതെ നമ്മൾ ഇവിടെ നിന്ന് വിടുന്നത് പ്രശ്നമില്ല. തീരുമാനിച്ച് നമ്മുടെ ഐഡന്റിറ്റി നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ നിങ്ങൾ ലീവ് നമുക്കപ്പോ പോകാനും പറ്റത്തില്ല. സോ നിങ്ങളുടെ റിയലി സോറി ബ്രോ. ഇതിനുള്ള പറ്റത്തില്ല. ഇല്ല പറ്റത്തില്ല. റിയലി സോറി. ഹലോ, ഇവർക്ക് ലീവ് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞത്. ടി വി ആണ്. ഗൈസ്, നിങ്ങളോട് കാര്യം ഞാൻ സീരിയസ്ലി പറയാണ്. എന്താ നിങ്ങള് പോലീസാണോ? അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോകും. നിങ്ങൾ പോലീസ് ആണെന്ന് അറിഞ്ഞാൽ നമ്മൾ പോകും. ഇല്ല, നമ്മൾ പീഡിയല്ല. ഓക്കെ ഓക്കെ. പിന്നെ നിങ്ങൾ എന്താന്നറിയാണ്ട് നമ്മളെ അതാണ് വെറുതെ നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് വന്നപ്പോഴത്തേക്കും അല്ല ഐഡന്റിറ്റി പറയാൻ പറ്റില്ലെങ്കിൽ നമ്മൾ എങ്ങനെ നിങ്ങളെ വിശ്വസിച്ച് ഇവിടുന്ന് പോണം? നമ്മൾ ഇവിടെ ചില്ല് ചെയ്യാൻ വന്നെയാണ്. ഹൂ ഇസ് ദിസ് ഗേൾ? പെണ്ണുങ്ങൾ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ല. അതുപോലെ ഒരു പെങ്കൊച്ചാണ് അകത്ത് ചത്ത് കിടക്കുന്നത്. വെറുതെ എന്നെ കൊണ്ട് തോക്കെടുപ്പിച്ച് കൊല്ലാൻ നിൽക്കരുത് കുട്ടി. കുട്ടിക്ക് പറയാൻ പറ്റുമോ നിങ്ങൾ ആരാണെന്ന്? അല്ല, ഞങ്ങൾ ഇതുപോലെ ഒരാളെ കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചാ. നിങ്ങൾ ഇനി അഭിനയിക്കുവാണെങ്കിലോ? നമ്മളെ കാണാൻ പറ്റൂല നിങ്ങൾക്ക്. ആര് പറഞ്ഞു? എന്റെ കൺമുന്നിലല്ലേ നീ നിൽക്കുന്ന, എനിക്ക് കാണാം. ബ്രോ നമ്മൾ വളരെ മാന്യമായിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരാന്നറിയാൻ നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ചില്ല് ചെയ്യാൻ വന്നൊരു സ്ഥലത്ത് നിങ്ങൾ വന്നിട്ട് പറയാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണം, നമ്മളെ പറ്റി നിങ്ങൾക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് നിങ്ങൾ ആരാന്നറിയത്തില്ല. നമുക്ക് നിങ്ങൾ ആരാന്നറിയത്തില്ല. നിങ്ങൾ ആരാന്ന് പറയാതെ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റത്തില്ല ബ്രോ. നമ്മൾ ഇവിടെ വെറുതെ ചില്ല് ചെയ്യാൻ വന്നപ്പോ നിങ്ങൾ ഇറങ്ങി. പ്രൈവറ്റ് പ്ലേസ് അല്ല, നിങ്ങളുടെ സ്ഥലമാണ് ഇത്. എന്തെങ്കിലും ഡോക്യുമെന്റ്സ് കാണിക്കുന്ന പിന്നെ ഡോക്യുമെന്റ്സ് കാണിക്കും. എന്നാ നിങ്ങളുടെ ഓഫീസ് എവിടാന്ന് പറ, നിങ്ങൾ ആരാന്ന് പറ. ഒന്നും പറയാതെ നമുക്ക് ഇറങ്ങി പോകാൻ പറഞ്ഞ ഇറങ്ങി പോകാൻ പറ്റൂലെങ്കിലോ? ഓക്കെ പറഞ്ഞോ. ഹലോ ബ്രോ, നിങ്ങൾ ആരാന്ന് പറഞ്ഞാൽ മതി, നമ്മൾ പൊക്കോളാം. നിങ്ങൾ ലൊക്കേഷൻ ഒന്നും ചേഞ്ച് ചെയ്യണ്ട. ഒരു മിനിറ്റ് സോറി. നിങ്ങൾ ചെയ്യോ? ഞങ്ങൾ ലൊക്കേഷൻ ചേഞ്ച് ചെയ്തു. നമ്മൾ ചേഞ്ച് ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾ ആരാന്ന് പറഞ്ഞാൽ നമ്മൾ പൊക്കോളൂ. ഞങ്ങളുടെ ഐഡന്റിറ്റി ഞങ്ങൾക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല സുഹൃത്തെ. കൺസൈൻമെന്റ് വരുന്നത് ഇവിടെയാണ്, അത് മാത്രം പറഞ്ഞാൽ. ഇല്ലടാ, നമുക്ക് ഇവരുടെ വണ്ടിയുടെ പുറകെ പോവാടാ. ഇവരെ ആരാന്ന് കണ്ടുപിടിച്ചിട്ട് ഞാൻ സിറ്റി വിടുന്നുള്ളൂ. പെണ്ണ് പൊങ്ങിയാട്ടാ. റേഡിയോ കയറുന്നതിന്റെ രാണ്ണം വിളിക്കണം. പെണ്ണേ വണ്ടിന്ന് മാറ്. ഹലോ രാണൻ, കൺസൈൻമെന്റിന് ഓ ഇവിടെ വണ്ടി കയറ്. ഇത് കൺസൈൻമെന്റിന്റെ സ്ഥലമാണോ? മറ്റേ അട്ടപ്പാടി ഗ്യാങ് ഹൗസ്? അറിയില്ല, ഞാൻ നോക്കിയപ്പോ ഒരു പെങ്കൊച്ചു ഒരു ചെറുക്കനോടെ എന്തോ കപ്പിൾസ് എന്തോ നിപ്പോള്. എന്തോ പറ്റിയാണ്? എന്നാ പിന്നെ അവന് എന്നോടങ്ങ് പറഞ്ഞാ പോരായിരുന്നു അവിടെ വെച്ച്. അവന്റെ കൊണ്ടവന്മാര് വന്നിട്ട് ലീവ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചുമ്മാ അങ്ങ് ലീവ് ചെയ്യാൻ പറ്റൂടാ? അല്ലെങ്കിൽ പറയണം എന്തോ ഇന്ത്യയാണെന്ന്. ഇവിടെ ഒരു സംഭവം നടക്കും, കോൺസ്യൂമെന്റോ എന്തെങ്കിലും ഒന്ന് പറയണം. ഇത് നമ്മുടെ ഏരിയ ആണ്, മറ്റേതാണ്. കുട്ടി മുതുക്കിലോട്ട് വണ്ടി വിട്ടോ. കുട്ടി തലയ്ക്ക് വെടിയുണ്ടപ്പോ ബോധം പോയോ? മിസ്റ്റർ എക്സ് ആണല്ലേ? എനിക്ക് മനസ്സിലായി മിസ്റ്റർ എക്സ് ആണ്. അവിടെ ശരിക്കും പറഞ്ഞ ഈ മിസ്റ്റർ എക്സ് എന്ന് പറയുന്നവര് ബിസിനസ് അല്ലേ ശരിക്കും നടത്തുന്നത്. അവർക്ക് മിസ്റ്റർ എക്സ് ആണെന്ന് പുറത്ത് പറയത്തില്ല. അവൻ എന്റെ മേത്തൊരു വെടി വെച്ചെങ്കിൽ അവൻ തിരിഞ്ഞവണ്ടാവണം. അവനാണ് ഈ ചട്ടി ഹെൽമെറ്റ് ഒക്കെ ഇട്ട് ഇറക്കുന്നത്. അവനിരുന്ന് കൊളാറ എനിക്ക് ചിരിയാവുന്നോണ്ടിരുന്നാണ് ഞാൻ. രായണ്ണൻ സിമ്പിൾ ആയിട്ട് ഐഡന്റിറ്റി റിവീൽ ചെയ്തെന്നോ? രായണ്ണൻ എന്തൊരു മിസ്റ്റർ എക്സ് അല്ലാണോ പുള്ളി? രായണ്ണനും മിസ്റ്റർ എക്സുമായിട്ട് എന്തോ ബന്ധമുണ്ട് കേട്ടോ. സ്നൈപ്പർ രായണ്ണനും പറഞ്ഞു ബന്ധങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എടാ നമ്മുടെ കൊച്ചെന്താ ഇടാത്ത വായിക്കാത്ത എന്ത് പഴം കറിയോ? കുട്ടി ലൂണ മോളെ, ലൂണ ചക്കരേ. ആ പിന്നെ മോളെ, ഞാൻ സത്യം പറഞ്ഞ നിന്നെ വെടിവെച്ച് കൊല്ലണമെന്ന് ഒന്നുമില്ലായിരുന്നു. നീ പക്ഷെ നമ്മളെ പറ്റിച്ച് നീ വണ്ടി എടുത്തോണ്ട് പോയപ്പോ എന്റെ മനസ്സിനകത്തൊരു വിങ്ങലായിരുന്നു കുട്ടി. സോറി കേട്ടോ. പിന്നല്ലാതെ പിന്നെന്താ കാണിച്ചേ? വണ്ടി അപ്പുറത്തൊരു പെട്രോൾ ലൈക്ക് പൊട്ടിത്തെറിക്കാറായിട്ട് നിൽക്കുന്നു. അപ്പൊ ഞാൻ അവിടെ കത്തിയിട്ട് പൊട്ടിത്തെറിക്കേണ്ട അവരെ മാറ്റിയിട്ടതായിരുന്നു. മാറ്റിയിട്ടൊന്ന് വെയിറ്റും വഴി അങ്ങ് പോയല്ലേ?
ഇപ്പോഴും ഇല്ല പാല ബ്രെയിൻ, എന്താ? ഇപ്പോഴും ഇല്ലേ ബ്രെയിൻ? അല്ല, ബ്രെയിൻ ഉണ്ട്. അത് ബ്രെയിൻ ഉള്ളവരെ ബോധിപ്പിച്ചാ പോരെ, ഇല്ലാത്തവരുടെ അടുത്ത് ബോധിപ്പിക്കണ്ടല്ലോ. താളം അടിച്ചോണ്ടല്ലോ ഒരെണ്ണോടെ നെഞ്ചത്തോട്ട് കയറ്റി തരും ഞാൻ. അവളുടെ കൊണ അടിക്കലടി പെണ്ണാ നീ ഉണ്ടാക്കുന്നവള്. പോരെ, മാന്യമായിട്ട് സംസാരിക്കുമ്പോ തിരിച്ചങ്ങ് മാന്യമായിട്ട് സംസാരിച്ചാ മതി പെണ്ണുമ്പുള്ള കേട്ടാ. അതിന്റെ ഇടയിൽ കൂടെ അങ്ങ് ഉണ്ടാക്കാൻ നിക്കല്ലേ നീ. ഡാഡി വായിക്കാത്ത അമ്പഴങ്ങി കയറി ഇപ്പൊ നിന്റെ പറയടി പതർക്കടി. നീ ഏത് വഴിയാടി കുത്തിക്കേറ്റുന്ന? അപ്പുറത്തൂടെ കേട്ടടി അങ്ങോട്ട് വണ്ടിയും കിണ്ടി ഓടിക്കാൻ അറിയത്തില്ല. തലയ്ക്കകത്ത് തലച്ചോറല്ല തീട്ടം കണ്ടാണ് ഇരിക്കുന്നത്. എന്നിട്ടാണ് പറയുന്നത് അവള് ഡാഡി ഫുൾ അമ്പഴങ്ങയും വയലിട്ട് വിഴുങ്ങുന്നവള്. നീ എവിടെ അടി നമ്മളെ കൊണ്ടുപോകുന്ന? ഗുദാമിലോട്ടോ നിന്റെ? ഇതാണ് ഓഷൻ ഹൈവേ. ഇത് കഴിഞ്ഞിട്ട് വേണം മുതുക്കെത്താൻ. ഓ, നീ പറഞ്ഞിട്ട് വേണോടി നമുക്ക് ഇനി അറിയാൻ ഇത് ഓഷൻ ഹൈവേ ആണെന്ന്. ഞാൻ പിന്നെന്തോ വിചാരിച്ചത്. ഇത് ഏതാടി സ്ഥലം പറയടി. ഈ റോഡിന്റെ പേരെന്തോന്നറിയോ നിനക്ക്? വാ തുറക്കടി. ഇതാണോ നിന്റെ സുമതി വളവ്? ഇത് നിന്റെ സുമതി വളവല്ലേ? നീ ആണോടി എന്നിട്ട് നമ്മള് ഓഷ്യനീവേ പഠിപ്പിക്കുന്നത്? ബ്ലഡി ഫൂൾ. എനിക്ക് ഇതാ സുമതി വളവ്. എന്തേ? ഹലോ, ചന്തി ഉറച്ചു പോയി, ഇറങ്ങാൻ പറ്റുന്നില്ല. എന്നാ അവിടെ ഇരിക്കും. നമുക്ക് പോവാം. പാവം കൊച്ചേട്ടാ. അതാണല്ലേ എനിക്കും തോന്നിയായിരുന്നു. കുഴപ്പമില്ല, ഒരു ഉണ്ട എന്റെ ഒരു ഉണ്ട അവന്റെ തലയിലുണ്ട്, അങ്ങനെ വിചാരിച്ചു. കുഴപ്പമില്ല. അല്ലെങ്കിലും നമ്മൾ നേരിട്ടില്ലാത്തപ്പോ ഗുണം മാത്രമേ ഉള്ളൂ അല്ലേ. എടേ, അവളുടെ ബുദ്ധി എങ്ങനെ ഉണ്ടെന്ന് നോക്കിയേ. KV ഗാംഗോസിന്റെ ഫ്രണ്ട് ചെയ്ത് പറയാം സുമതി ഉള്ളതെന്ന്. ഓ, പെർഫെക്റ്റ് ആയിരുന്നു. ചെറുതായിട്ടൊന്ന് വളി. അത് നീ എടുത്തായിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഷോർട്സ് ആയാന്. അമ്മാതിരി സാധനമായിരുന്നു. പക്ഷെ പോയി. വേറെ ബാക്കില് അവളുടെ ഫ്രണ്ട്സ് ആണോ? അറാ സത്യല്ല അടിച്ചാൻ കൊല്ലണ്ടായിരുന്നോടാ അവനെ. എന്റെ കത്തി ഉണ്ടായിരുന്ന കുത്തിയവനെ കത്തി കിട്ടും. ഒരു കത്തി വാങ്ങണോടാ. എനിക്ക് കത്തി വാങ്ങണം. ഇങ്ങനത്തെ നിമിഷങ്ങളിൽ നമ്മൾ കത്തി മച്ച് ബെറ്റർ ആണ്. ഇതേത് ഗ്യാങ്ങാ? അതാ ഞാനും ആലോചിക്കുന്നത്. ഇതേത് ഗ്യാങ്? ഇൻസ്റ്റാഗ്രാമാ? സൈഡാക്കി സൈഡ് വായിച്ചു നോക്കട്ടെ. എടാ, ഇത് നമ്മള് അവിടെ വെച്ച് കണ്ടത് മറ്റേ നീല ഗ്യാങ് ഹൗസ്. അവിടെ വെച്ച് നീ കണ്ടപ്പോ ഇതേതെന്ന് ചോദിച്ചില്ല അപ്പമാര് മറ്റേ പലേറ്റോ ഇങ്ങോട്ട് വന്നപ്പോ? പിന്നെ ആര് നോക്ക്. IG താളുണ്ടോ? സാധനം വെച്ചിട്ടോ. ഓ, മന്ന മുടി സാധനം വെച്ചിട്ടോ. ബ്രോ, നിങ്ങളുടെ ഗ്യാങ്ങിന്റെ പേരെന്താ? ഗ്യാങ്ങോ? അല്ല, ഇത് നിങ്ങളുടെ വണ്ടിയല്ലേ? അല്ലേ? ഇതിനകത്ത് ആളുണ്ടോ? നിനക്ക് വായൊന്നും ഇല്ലടാ ഗ്യാങ്ങിലുള്ളവനെ. എത്ര വട്ടം കൊണ്ട് ചോദിക്കുക ഗ്യാങ്ങിന്റെ പേരെന്തോന്ന്. വായിക്കാത്ത റോസാപ്പൂവും വെച്ചിരിക്കുന്ന എന്നിട്ട് അവൻ. യു ബ്ലഡി ഫൂൾസ്. വായും തലയൊന്നും ഇല്ലടാ രണ്ടെണ്ണത്തിന്. പൊട്ടന്മാരാണോ നീയൊക്കെ? ആരോട് പറയാ. ചത്തങ്ങാണ്ടിരിക്കവിടെ മാരി. ബാബാ കേറ്. ഇവിടുത്തെ മനുഷ്യരൊക്കെ ചത്തല്ലേ. വണ്ടി വിട്.
വാ വാ കേറും. ഇവിടുത്തെ മനുഷ്യരൊക്കെ ചത്തല്ലായിരുന്നു. വണ്ടി വിട് വണ്ടി വിട്. രണ്ട് ട്വിൻസിനെ പോലെ ഒരുത്തൻ രണ്ടുപേര്. ഇത് വായു അടച്ചിരിക്കുന്നവനൊക്കെ ബ്ലഡി ഫുൾസ്. ഏതാണടാ? ഓ ഓ ഓ ആ സൈഡിലല്ലേ? വാ 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 ഇറങ്ങ. ഹലോ എന്താണ് ടാക്സി ആന്ന് വിചാരിച്ചത് കണ്ടപ്പോ. ഇറങ്ങടാ വണ്ടിന്ന്, ഇറങ്ങടാ വണ്ടിന്ന്. ഇറങ്ങാൻ പറഞ്ഞ നീഷു. ആരോട് ചോദിച്ചിട്ടാ ഇത്? ആരോട് ചോദിച്ചിട്ടാ ബാക്ക് സീറ്റിൽ കയറിയ? എന്റെ മൂത്താപ്പ മാത്രമേ ഇതിനകത്ത് കയറിയിട്ടുള്ളൂ, അറിയാവോ? ആ സീറ്റിൽ ആ എന്റെ അപ്പച്ചന്റെ ചന്തി വെക്കുന്ന സ്ഥലത്താണ് നീ ഇപ്പൊ കൊണ്ടുവച്ചത്. അപ്പൊ ആ ഒരു ഫീല് പോയില്ലേ? മനസ്സിലായോ? ഇനി ആ ഫീല് വരണമെങ്കിൽ ഇനി ചത്തുപോയ അപ്പച്ചനെ ഞാൻ കുഴിന്ന് എടുത്തോണ്ട് വരണോ? നീ പറയടാ നീ. എന്റെ അപ്പച്ചന്റെ ചന്തയുടെ പ്രിന്റ് വരെ ഉണ്ട് അവിടെ. അതാണ് നീ ഇപ്പൊ മായിച്ചു കളഞ്ഞത്. എന്റെ തൊലിഞ്ഞ വണ്ടി പറഞ്ഞ ഒരാളെ വണ്ടി ഒന്ന് കയറി. ഞാൻ എന്റെ ഫ്രണ്ട് നിൽക്കുന്നു 80-67. തൊലിഞ്ഞ അപ്പച്ചന്റെ വണ്ടി കണ്ടിട്ട് തൊലിഞ്ഞ വണ്ടിന്നോ? എടാ എത്ര വർഷം പഴക്കമുള്ള വണ്ടിയാന്നറിയാവോ? പുരാവസ്തു എന്നറിയാവോ നിനക്കിത്? എന്നിട്ട് നീ തൊലിഞ്ഞ വണ്ടിയെന്നാ? പേരെന്തോടാ നിന്റെ പേര്? പറയടാ നീ. അസുരവിത്താണല്ലോടാ നീ. നീ എന്റെ അപ്പച്ചന്റെ വണ്ടീനെയാണ് കുറ്റം പറഞ്ഞത്. അപ്പം അപ്പച്ചന്റെ എടാ നീ എന്റെ അപ്പച്ചന്റെ എടോ സ്നൈപ്പ് 1 പഞ്ച് മാനാ നീ. ഒരടിക്ക് ആളെ കൊല്ലാൻ സ്നൈപ്പേ. ചത്തില്ലേ? വില്ലുമോനെ ഒന്ന് വാടേ, എന്നെ കൊണ്ടുപോടേ. വില്ലുമോനാ? ഏത് വില്ലുമോൻ? എടേ ഞാൻ അവിടെ മെയിൻ ഗാരേജ് 80-64 ഫ്രണ്ട് നിന്റെ വണ്ടി എന്നും പറഞ്ഞ് ആരെയും വണ്ടിക്കൊന്ന് കയറി. അവ എടുത്തിട്ട് പണ്ടൊന്ന് പെട്ടെന്ന് വാ. നീ ഇപ്പൊ കുഴിമാടത്തുനിന്ന് എങ്ങനെയാണ് തിരിച്ച് പൊങ്ങിയത്? അന്ന് പറഞ്ഞു തന്നെ. നീ ചത്തല്ലോടാ. എന്നാ നമ്മളൊന്നുകൂടെ ഒന്ന് വെടിവെച്ച് വന്നിട്ട് നീ പൊങ്ങുവോ? നീ ഒന്ന് പൊങ്ങുവോ? അയ്യോ നാളെ കാണാം. പോട്ട് ഒരു വാറുണ്ട്. ആ പോയിട്ടോ. ഏതാനാടാ ഡിഫൻഡറില്? ആ എന്തര ഉണ്ട് തള്ളേ? എന്തൊരു വിശേഷം ഇവിടെ? എങ്ങനെ പോന്ന്? ഓ നിങ്ങളൊക്കെ വലിയ റിച്ച് ആയ ഡിഫൻഡറൊക്കെ. നമ്മളിപ്പോഴും അപ്പൂപ്പന്റെ വണ്ടിയായിട്ട് നടക്കുന്നത്. ഓ ഇത് അപ്പൂപ്പന്റെ. ആര് ഡ്രൈവർ? നിങ്ങൾ റേസ് വെക്കുന്ന? എന്നാ പിന്നെ നമ്മുടെ വണ്ടിയായിട്ട് റേസ് വെക്കാൻ പറ്റുമോ നിങ്ങക്ക്? എന്നാ വാ നീ നിന്റെ ഡിഫൻഡർ ഒന്ന് കാണട്ടെ. അറിയത്തില്ല. വാ ഇവിടുന്ന് നേരെ പലേറ്റോ വിട്ടോ. പലേറ്റോ വെയിറ്റ് ആക്ക്. ടയർ നല്ലത് ഫിക്സ് ചെയ്യുന്ന എന്റെ കൂടെ ഒന്ന് ഫിക്സ് ചെയ്ത. നിങ്ങൾ കണ്ടിട്ടില്ല F1 റേസിന്റെ ടയർ ഊരി ഫിക്സ് ആക്കുന്ന? അതാണത്. ടയർ മറ്റേത് ഫിക്സ് ചെയ്തോട്. മറ്റേത് ഫിക്സ് ചെയ്ത് വേറെ ഏത് വണ്ടി? ലംബോർഗിനി എടുക്കുമ്പോ എന്തോന്ന്? ലംബോർഗിനി ഇതെടുത്തോ. ഗാരേജിൽ പോയി നമുക്ക് ഞാൻ വേറൊരു വണ്ടി എടുത്തു തരാം. നമുക്ക് ഒരുമിച്ച് റൈസ് വയ്ക്കാം. അത്രേ ഉള്ളൂ. തോപ്പിക്കാനുള്ള കഴിവുണ്ടോ? പലേറ്റോ കഴിവ് കൂടിയ കഴിവേറിയ. അത് മനസ്സിലായി. കണ്ടപ്പോഴേ തോന്നിയായിരുന്നേ. വണ്ടി എടുത്തു തരാം. ഇങ്ങോട്ട് നോക്കിയൊക്കെ വണ്ടി ഓടിടാ. നടത്ത്. പെണ്ണല്ലായിരുന്നു. ആര് വന്നു?
ആ എന്താടാ ദേ, റോക്കി ദേ, എന്ന് പറയുന്നില്ല? ഉള്ളില് ഡേയ് AFK ആണോ? പിന്നെ ആ വാ 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 ബ്രോ, ഇവിടുന്ന് വിട്ട നേരെ പലേറ്റോ ആണേ. പലേറ്റോ വാ 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 ഓ വാ സ്റ്റാർട്ടേ. നമുക്ക് പകുതി വരെ പോയിട്ട് നിക്കാം. രണ്ട് വീണ്ടും ടയർ വരാ. പെട്രോൾ വെയിറ്റ് പെട്രോളൊക്കെ അടിച്ച് പൈസ ഇവിടം വരെ ഉണ്ടായില്ലെന്ന് പറയാം. ജയിച്ചെന്ന് പറയണേ. ജയിച്ചേ ബ്രോ, നമ്മള് ജയിച്ചിട്ടുണ്ടേ. ഇവിടം വരെ ആയിരുന്നു പറഞ്ഞത്. ജയിച്ചേ കേട്ടാ. പെട്രോൾ അടിക്കണം. പെട്രോൾ അടിച്ചിട്ട് വരാം. പമ്പിലോട്ട് പോ. പമ്പ് വണ്ടിന്ന് ഇറങ്ങ. സ്നൈപ്പേ, ഞാൻ ഇന്നേ വരെ സിറ്റിയിൽ ഒരു ടാറ്റു അടിച്ചിട്ടില്ല. ക്ലീൻ ബോഡിയാണ് നമ്മുടെ, മനസ്സിലായ? ക്ലീൻ ബോഡി അറിയാവടാ എനിക്ക്. എടാ അവന് വീട് വരാണ്ടിരിക്കാൻ വേണ്ടി അവിടെ വരെ പോകുന്നു വീട്ടിലേട്ടാ. പെട്രോൾ ഉണ്ട് കുറച്ചടിച്ചേക്കാം. ടയർ ഊരായിരുന്നാ മതി വാ കേറ് സ്നൈപ്പേ, കേറ് പെട്രോൾ ഉണ്ട് ആവശ്യത്തിൽ കൂടുതലുണ്ട് അത് പെട്രോൾ പത്മനാഭൻ. വാ കേറ് റൈസ് വെക്കാം. ഈ വണ്ടി ഒന്നും നമ്മുടെ ഇവിടെ ഒന്നും പിടിച്ചിരിക്കില്ല. ഇതിന്റെ സ്പീഡ് അവൻ അറിയത്തില്ല. ഇവിടെ നിന്ന് മുതുക്ക് വരാം. ശരി സെറ്റ്. മുതുക്കല്ല, KVA ഗ്യാങ് ഹൗസ് വരെ സെറ്റ്. മുതുക്ക് എടാ ഫെഡ്രോ ജോൺ, അവനെ വിളിക്കാം. ഏത് ഗ്യാങ് ഏതാ? KGF ബ്രോക്ക് വന്നില്ല ബ്രോ. ഇപ്പൊ പിന്നെ ആരടാ മെസ്സേജ് ഇട്ടത്? അതൊന്നും വന്നില്ലല്ലോ അതിനകത്ത്. ആ ഫെഡ്രോ ജോൺ, അത് 13 മണിക്കൂർ മുമ്പാണല്ലോ. അയ്യോ പെണ്ണ, നീ പോയില്ലേ മോളെ? ചക്കരെ വിഷമായ എനക്ക്. ഹലോ കുട്ടി, ഒന്ന് വണ്ടിയിലോട്ട് കയറുവോ? ഹലോ പിങ്കും മുടിയുള്ള കുട്ടി. ഹലോ കുട്ടി. ഹലോ കുട്ടി. ഹലോ ഇനി ഇരിക്കണ്ട ഇനി അവിടെ. എന്താടാ AFK നിക്കുന്നു. ഹലോ കുട്ടി, ഒന്ന് വണ്ടി കയറും. വണ്ടിയിൽ നിന്ന് കയറും. ഹലോ റെഡ് മുടി. ഹലോ റെഡ് കുട്ടി. ഹലോ റെഡ് മുടി കുട്ടി. ഹലോ റെഡ് മുടി. റൂബി സൂപ്പർ. ഇറങ്ങി உங்களுக்கு தெரியுமா அந்த கேர்ள்னு? இந்த சிட்டில இந்த கேர்ள்ஸ் ഒന്നും கிடைக்காதா தம்பி? இந்த சிட்டில கேர்ள்ஸ் ഒന്നും ഇല്ലേ? ആരുടെ? കൊക്കി. വെല്ലാരി കൊക്കിയാ ഇത്? ഇതൊക്കെ മനുഷ്യരാണ്. സത്യല്ലേ? ഞാൻ ഇനി എല്ലാരും ഒരു ചാലഞ്ച്, ചന്ദ്രനെ ബോംബ് വെച്ച് കൊല്ലണം. എടാ ചന്ദ്രനെ നമുക്കൊന്ന് ബോംബ് വെച്ച് കൊല്ലണമെന്ന് ചാലഞ്ച് വന്നിട്ടുണ്ട്. അയ്യോ എങ്ങനെയാടാ കോപ്പി എടുക്കുന്നത്? ഇത് മീരയല്ലേ? എടാ ഇത് മീരയാടാ. ചാവട്ട. പറ വേണ്ട എന്ത്? നമ്മളെ എടുത്തെന്ന് പറഞ്ഞ് വീണ്ടും പ്രശ്നം. അവള് പൊങ്ങി. ഈ മിസ് യു സോഫിയ ചേച്ചി. അതാരാ? നമ്മുടെ ഗ്യാങ് വണ്ടിയാണ് അത്. അതുപോലെ ഒരു ലോഡ് വണ്ടി ഉണ്ടോ സിറ്റിയിൽ? ശരിക്കും പറഞ്ഞപ്പോ നീ എന്തിനു പറയുന്നേ? നീ എന്തോടെ വിചാരിച്ചേക്കുന്നത്? ലൈക്ക് അടിക്കാത്തവരൊക്കെ ലൈക്ക് അടിച്ചു. ലൈക്ക് അടിക്കാത്ത എല്ലാത്തിന്റെ തലയിൽ ഉടുത്തി വീഴണേ.
എല്ലാം എണ്ണം അടിച്ചോ? ചുമ്മാ ഇടുത്തി കണ്ട് തലയിലിടണ്ട. മറ്റവന്മാരല്ലേ അത് RVS പിടി 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 മനസ്സിൽ സംസാരിക്കാൻ പിടി പിടി എന്ന് പറഞ്ഞാൽ വള്ളി പിടിക്കാനല്ല ചേട്ടാ. റിപ്പയർ ചെയ്യാൻ 3 രൂപയാ. ബ്രോ മംഗലശ്ശേരിയാണോ ഇത്? ബ്രോ നിങ്ങളുടെ ഗ്യാങ് ഹൗസ് ഒന്ന് കാണാൻ പറ്റുമോ? ഞങ്ങളിപ്പോ ടെമ്പററി ഗ്യാങ് ഹൗസ് ബ്രോ. അതല്ല മറ്റേ ആനയൊക്കെ ഉള്ള അതല്ലേ ഫ്രണ്ടില്? സാൻഡിയിലുള്ള അത് നിങ്ങളുടെ ഗ്യാങ് ഹൗസ് അല്ലേ മംഗലശ്ശേരി? അല്ല അല്ല അതപ്പോ ആരാ? ബ്രോ ഒരു തറവാട് അങ്ങോട്ടില്ല അങ്ങോട്ടില്ല വണ്ടി നിർത്തിയേക്കും. അങ്ങോട്ടില്ലടാ വണ്ടി നിർത്തി വെച്ചേക്കുന്നു. അല്ല പോട്ട് പോട്ട്. എടാ ഇവന്മാരാണ് മറ്റവന്മാര്. ഇത് ആ വണ്ടിയാണ് തറവാട്ട് ടീംസ്. അല്ല അത് MG3 K15 ആണോ? K5 ആണോ? അവന്മാരാണോ? ഹലോ എന്റെ തലയില് പിടി പിടി. അത് ശരിയായ കടിയാ. പിടി 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 പിടിച്ച മോലത്ത്. ഈ വണ്ടിയായിട്ട് പോയ പെട്രോളും ഇല്ലല്ലോ മേര്. അതമ്മര് പറപ്പിച്ചടാ. ഇടിച്ച് മലത്തട എന്റെ നെഞ്ച തൊട്ട് കയറ്റി 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 ഇടിച്ച് കയറ്റി. അവര് വണ്ടി തിരിക്കുക വളയ്ക്കാൻ വളയ്ക്കാണ്. ഓടണ്ട മുന്ന കണിമംഗലമാണല്ലേ? പക്ഷെ ഈ വണ്ടി സ്പീഡിലല്ലോടാ പുല്ല്. കുഴപ്പമില്ലടാ നമ്മൾ മാക്സിമം അമ്മറെ പുറകെ പിടിച്ച അവനെ മറ്റവനെ കൊണ്ടിന്ന് സോറി പറപ്പിച്ചിട്ടൊന്നും വിടുന്നോളൂടാ. പറപ്പിക്കണ്ടി പറപ്പിക്കുന്ന ഇപ്പൊ പറപ്പിക്കടാ. എടാ നീ എങ്കിൽ ബാക്കിന്ന് കുറച്ച് ഗ്യാസ് കിട്ടുക. അതൊന്നൊരു എക്സാമ്പിൾ ഒക്കെയാണോ നീ പറയുന്നത്? വൃത്തികെട്ടവനെ പറപ്പിക്കാൻ പറഞ്ഞാ നീ അങ്ങ് പറഞ്ഞാ മതി. കൂടുതൽ സംസാരമൊന്നും വേണ്ട കേട്ടാ. അവൻ പോന്ന് വളക്കട വണ്ടി ഇടിക്കട അവന്റെ നെഞ്ചത്തോട്ട്. ഓ പ്രശ്നമൊന്നും വരത്തില്ലായിരുന്നു. ഈ വണ്ടിയായിട്ട് വല്ല പെട്രോൾ ഇപ്പൊ തീരും കേട്ടാ. പറപ്പിച്ചു വിടറ പറപ്പിച്ചു വിടറ. ഇതിപ്പോ അവന്മാര് വിൻസ് നമ്മൾ ലോസ്. ചാലഞ്ച് ചെയ്യണത് ചാലഞ്ച് ചെയ്യാൻ ചെയ്യാം. കോണ പറഞ്ഞതിന്റെ പേരിലാണ് നമ്മൾ ഇത്രയും. എടാ ചന്ദ്രനെ ബോംബ് വെച്ച് കൊല്ലണം. ചന്ദ്ര ബോസ് വേർ ആർ യു? ശാന്തി ബോസ് ചന്ദ്ര ബോസ്. എടാ ബൈക്ക് ഇടിച്ചിട്ടാ. എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല അവന്റെ സ്പീഡ്. ഒന്ന് ഇടിച്ചു വിടുടാ ബൈക്കാരനെ. തട്ട് തട്ട് അവനങ്ങ് പോയാ പോരുന്ന. ബ്രേക്കും പിടിച്ച് അവൻ മറ്റേ സൊള്ളി പറഞ്ഞു ഇങ്ങനെ ഇരിക്കുക. മതിയാ കോറ കുറയും. കൊറേട്ര കോറ. ആ പറ പറ. ഫ്യൂല് തിരുന്നതിന് അവനെ എനിക്ക് തീർക്കണം. എടാ നട്ടലുള്ളവനാണെങ്കിൽ വണ്ടി ഷൗട്ട് ഇടാം. എടാ നട്ടലുള്ളവനാണെങ്കിൽ ഷൗട്ട് വണ്ടി നിർത്തടാ. ഷൗട്ട് ഇടാൻ ഇവന്റെ പെട്രോൾ ഒന്നും തീർത്തില്ലടാ ഇവന്മാർക്ക്. വണ്ടിക്കകത്തിരുന്ന് വെടിവെക്കാൻ പറ്റിയായിരുന്നെങ്കിൽ ഇനി പെട്രോളൊക്കെ അടിക്കാം. അല്ലേ നമ്മള് മോശം. അപ്പോഴത്തേക്ക് മറ്റേ ബൈക്കുകാരും വരും തെറി വിളിക്കാം കേട്ടാ. ഫുൾ ടാങ്ക് അടിക്കണേ നീ കേട്ടാ. ഫുൾ ടാങ്ക് ഒരു കുറവും വേണ്ട. ബൈക്കുകാരും വരുമ്പോഴേ ടയർ അടിച്ചങ്ങ് പൊട്ടിക്കുക. ഇനി നോട്ടെ ടയർ പൊട്ടിച്ച് അവന്റെ. വണ്ടി തിരിക്കുന്ന
ടീമായിട്ട് വരും കേട്ടോ, അതാണ് അവൻ ഇത്രയും കോൺഫിഡൻസ് അവൻ്റെ ആൾക്കാരെടുത്തി. ബൈക്കിൽ പോണവന് അവന് കൂട്ടുകാരനാന്ന് തോന്നുന്നുണ്ട്. അതെ അതെ, മിക്കവാറും അതായിരിക്കും. അവനോട് ഇറങ്ങിക്കാനുള്ള പരിപാടിയാണ്. അതിനുള്ള കഴിവുണ്ടോ? നമുക്ക് ഒന്ന് വഴി ഇടിച്ചോണ്ട് പോകണ്ട. അവന് ടയറില്ല കേട്ടാ, ഇനിയിപ്പോ വലിയ സീൻ വരത്തില്ല. പക്ഷെ 2 ടയറും പൊട്ടിക്കണ്ടായിരുന്നു. അവൻ എപ്പോഴും വണ്ടി എടുത്തതേ. ടയറ് പൊട്ടിയില്ലാന്ന് എനിക്ക് തോന്നണം. ടയർ പൊട്ടി 2 ടയർ പൊട്ടി. നീ പറപ്പിച്ചങ്ങ് വിടും. ആ ലോറിയേക്കാൾ സ്പീഡ് കുറവാണ് തന്ത വണ്ടിക്ക്. ഞാൻ ഈ ഗ്യാങ് ഹൗസിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇത് K5 ആണല്ലേ? അതെ അതെ, കണിമംഗലം. ബ്ലൈൻഡി. ഇവൻ എന്തിനാണ് എന്റെ ചാറ്റ് വരുന്നത്? ബ്ലൈൻഡി ബ്ലഡി ഫുഡ് ഇറങ്ങിപ്പോടാ ബ്ലൈൻഡി. പല സ്നൈപ്പായിട്ട് ഒരു കപ്പിൾ ആർപ്പിക്കേ ചെയ്യാടാ ഇനി. ഞാൻ ഇവന്റെ കൂടെ ഇരുന്ന് കപ്പിൾ ആർപ്പി ചെയ്യാടാ. എന്നിട്ട് വേണം ഇനി നാട്ടുകാർ മൊത്തം ബാലം കൂട്ടെന്നായിരുന്നു എന്തുവാടാ. കുഴപ്പമില്ല. ഒരു ത്രില്ലുണ്ട് ജെയ്സിന്, മനസ്സിലായോ? ഇത് കുറവായിട്ട് മറ്റേ നമ്മൾ ചുമ്മാ അങ്ങ് പിടിക്കും. ഇതൊരു ത്രില്ലായി, ഒരു സിനിമാറ്റിക് ഫീൽ ഉണ്ട്, മനസ്സിലായി? ഇങ്ങനെ ബിഗ് മറ്റേ മമ്മൂട്ടിയെ ജെയ്സിനോ അവന്മാരങ്ങോട്ട് കയറി. മണ്ടന്മാര് കണ്ടില്ലെന്നാ വിചാരിച്ചേ. തലച്ചോറില്ലാത്തവനെ ഇറങ്ങി. ഇത് കുടുങ്ങി കേട്ടാ. ടയറും കൊട്ടിക്കാൻ. ഞാൻ ടയറെ വിട്ടിച്ചോളൂ. ആണോ? കുഴപ്പമില്ല. എന്തോ പറയുന്നുണ്ട്. അങ്ങോട്ട് എന്നാടാ? അകത്തോട്ട് എന്താടാ കണ്ണൊന്നും കണ്ട് കഴപ്പം കീറുന്നവന്റെ പണടിച്ചവന്റെ കഴപ്പം കീറുന്നടാ. പറയടാ പന്നി. വാതിറക്കടാ പന്നി. വാതിറക്കട കഴിവില്ലാത്തവനെ. നേരത്തെ എനിക്ക് സംസാരിക്കാൻ 5 വായ ഉണ്ടായിരുന്നല്ലോ. 5 എണ്ണം വായിലെടുക്കാൻ പോയാ നീ. ചിരിക്കുന്നു. അവന്റെ ഇടിച്ച് നേരെ കൊടുക്ക്. ആ ഒന്ന് കേറിക്കോ. ആ കേറിക്കോ. വണ്ടിക്ക് രോമാഞ്ചം പിടിച്ചാ. അതെ, അറിയാതെ വണ്ടി ഇടിച്ചേട്ടോ ബൈക്കാരനെ. അങ്ങോട്ട് തീർന്നല്ലേ? ഇടിച്ച് നേരെയാക്കി കൊടുക്കടാ. ആരാണത്? കേവിലാരാണത്? എനിക്കറിയാം. കണ്ടോ ബൈക്കാരൻ വന്നോണ്ടോ? അതല്ല ഞാൻ ഈസായിട്ട് വണ്ടി എടുത്ത് വിട്ടത്. നമ്മളത് അവിടെ നിർത്തേ ചേസിങ്ങാ. നമ്മ ഇവിടെ പോണെന്നൊക്കെ അവിടെ ബ്രേക്ക് ഇട്ട് നിർത്തി. അതാ ഞാനും എന്തോ സ്പിൻ ചെയ്യാൻ പറ്റണ. അതാടാ നിന്നോട് ഞാൻ ചോദിച്ചത് എന്തുവാണെന്ന്. പറയടാ നിന്നോട് ചോദിക്കണോ? എന്താ നീ പറയടാ അതെന്താന്ന്. അതെന്തുവാണ്? ഞാനല്ലടാ നിന്നോട് ചോദിച്ചാ. നീ പറയടാ. നീ പറ. നിനക്കറിയാം, എനിക്കറിയത്തില്ലടാ. നീ പറയടാ. നിനക്കറിയാം, നീ പറയടാ. നീ പറയടാ ഉണ്ടാക്കാതെ. എന്നാ പിന്നെ എടാ ഈ വണ്ടിയുടെ ഷേപ്പ് എന്താടാ മാറിയത്? നീ പറയടാ. എടാ ബൈക്ക് ഹലോ ബ്രോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ ബ്രോ? എന്റെ ബൈക്ക് ഉണ്ടോ? അവിടെ കിടപ്പുണ്ട് ഫ്രണ്ട്. ബ്രോ സൂക്ഷിച്ചൊക്കെ ഓടിക്കട്ടോ, മുട്ടൊക്കെ പുറിഞ്ഞ്. എടാ ഇവിടെ മറ്റേ കസിനോയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്പിൻ ചെയ്യാൻ പറ്റും, മനസ്സിലായോ? സ്പിൻ ചെയ്ത് കഴിഞ്ഞാൽ കാർ അല്ലെങ്കിൽ വണ്ടി അല്ലെങ്കിൽ പെണ്ണ്. പറ. എടാ നീ എന്റെ ലക്കിനെ നീ ഇതാക്കല്ലേ. നീ എന്റെ ലക്കിനെ പറ്റി നീ ഉണ്ടാക്കല്ലേ. നീ വിട് വണ്ടി, കാണിച്ചു തരാമല്ലോ. ഇപ്പൊ എത്ര രൂപ കറക്കാൻ? പറ, എത്ര കറക്കാൻ? ഒരു കറക്കാൻ എത്ര രൂപയോ? പൈസ ഒന്നും വേണ്ട, എന്നാ വിട് വണ്ടി. ആ പൈസ വേണ്ട, വിട്. നീ ഇപ്പൊ കാണിച്ചെന്നാ പോരെ, നിനക്ക് കറക്കി കാണിച്ചെന്നാ പോരെ.
കിലോ വണ്ടി ഇടിച്ച് വീണോ വന്ന് ചോദിച്ചണ്ട. ബ്രോ എന്റെ ബൈക്ക് കണ്ടോ അത്? ഫ്രീ ഫ്രീ. എടാ മോനെ, നീ കസിനോയിലോട്ട് വിട്ടെ. ഇന്ന് വണ്ടി അടിച്ചിട്ട് ഞാൻ സിറ്റി എടുത്തോളൂ, മനസ്സിലായ? നീ കസിനോയിലോട്ട് പോകാൻ പറഞ്ഞ നീ എവിടെയാടാ പോകുന്നത്? കാർണിവലിലോട്ടാ? നീ എങ്ങോട്ടാ പോന്നേ? ഇതുവഴിയും പോവല്ലേ? സിറ്റിയിലെ എന്താണ് സിറ്റിയില്? സിറ്റിയിലെ ഏത് വഴി കൂടി പോയ കസിന് എന്നാ പിന്നെ വളഞ്ഞ വഴി കൂടെ പോണ്ട കേട്ടോ, അതാ ഉദ്ദേശിച്ചത് കേട്ടോ. ക്യാൻറ്റീൻ ഷോണിനെ വളഞ്ഞ വഴിയല്ല, നീ ആ വഴി പോണേനെക്കാട്ടി സ്പീഡ് ഈ വഴി എത്തും. എടാ നീ ഒക്കെ കറക്കിട്ട് എന്തൊക്കെ കിട്ടി നിനക്ക് കസിനോയിൽ പോയിട്ട്? എനിക്കൊരു കാറ് കിട്ടി. ചാറോ? കാറ്. കാറോ? ഏത് കാറ്? ഇപ്പൊ വന്നിരിക്കണ മറ്റേ ഇതാണ്. എന്തായിരുന്നു ഇത്? എന്തായിരുന്നു ഇതിന്റെ പേര്? എടാ ഞാനൊരു കാര്യം പറട്ടെ, ഡിഫൻഡറാണ് ഇപ്പൊ ഇരിക്കുന്നത്. ബെറ്റ് വെച്ച് കളിക്കുവാണെങ്കിൽ മില്യൻസ് ഉണ്ടാക്കാം നമുക്ക്. ഞാൻ ഇന്ന് എന്റെ പൈസ ഇറക്കി കളിക്കാൻ പോകുന്ന ഇപ്പൊ ഇന്ന് പൈസ ഡബിളും ത്രിബിളും ഒന്നുമല്ല, 5 ഇരട്ടി ഞാൻ ഉണ്ടാക്കും. 5 ഇരട്ടി. 1 ലക്ഷം വെച്ച് 5 ലക്ഷം ഉണ്ടാക്കും. 1 കോടി വെച്ച് 5 കോടി. 5 കോടി വെച്ചിട്ട് 5, 10, 15, 20, 25 കോടി. 25 കോടി വെച്ചിട്ട് നീ പോകുമ്പോ 25. എടാ ഇവിടെ വരുന്നവരെയൊക്കെ കണ്ടോ? ബെൻസിലും BMW വരുന്നത്. നമ്മളിപ്പോ വന്നത് ഈ വണ്ടിയിലാണെങ്കിലും തിരിച്ചു പോകുന്നത് ബെൻസിലായിരിക്കൂടാ. അപ്പോഴേ വീണോ? മനസ്സിലായടാ? വന്നത് ഈ വണ്ടിയിലാണെങ്കിലും തിരിച്ചു പോകുന്നത് ബെൻസിലായിരിക്കും. ലക്കി ഭാസ്കർ, ലക്കി ബാലൻ, അത്രേ ഉള്ളൂ. ഇത് ആദ്യമായിട്ടാണ് ഈ കസിനെ കാണുന്നത്. അമ്മച്ചി എന്തോ പരിപാടി ഇവിടെ? എവിടെ ഇത്? എങ്ങനെയാടാ കറക്കുന്നത്? കണ്ണ് നോക്കിയോണേ. ഇതിനകത്ത് ഏറ്റവും ഹൈയസ്റ്റ് ഏതാ? ഇതിന്റെ ഏറ്റവും ഹൈയസ്റ്റ് ഏതാ? ഒരു 15,000, 50,000, 25,000, 20,000 പ്ലസ്. അത്രേ ഉള്ളു. കാറ് പോയി. അപ്പൊ 50,000, 50,000, 50,000, 20,000, 10,000, 10,000. വേറെ എന്തെങ്കിലും താടാ പന്നി. യു ഹാവ് വോൺ നത്തിങ്. ഡ്രിങ്ക്സ് വല്ലതും കിട്ടിയത്? ഡ്രിങ്ക്സ് എടാ അല്ലെങ്കിലും നിനക്കറിയാലോ, നമ്മളെപ്പോഴും താഴ്ചയിൽ നിന്നുമാണ് ഉയർച്ചയിലേക്ക് പോകുന്നത്, മനസ്സിലായോ? ആദ്യം ഒരു താഴ്ച കാണും, കുഴപ്പമില്ല. ഇത്രയൊക്കെ താഴ്ച എങ്ങനെയാടാ വരുന്ന ഒരാൾക്ക്? അറ്റ്ലീസ്റ്റ് 2 മുട്ടായെങ്കിലും തന്നിടായിരുന്നു നായിന്റെ മക്കൾക്ക്. ഒന്നും തന്നില്ല. എടാ ഇത് കൊള്ളാം കേട്ടോ സെറ്റപ്പ്. എവിടെ ശരിക്കുള്ള ആളുകളുണ്ടോ ഇവിടെ? എടാ ബോട്ട് നടക്കുന്നു. ഓ അവിടെ ഒരുത്ത അടിച്ച് പനഞ്ഞ് നടക്കുന്ന നോക്കടാ. ഹലോ ഗൈസ്, നിങ്ങളൊക്കെ സ്പിന്നൊക്കെ ചെയ്തോ ഇവിടെ? ഹലോ കേക്കാമോ? ഹലോ നിങ്ങള് സ്പിന്നൊക്കെ ചെയ്തോ? ചെയ്തില്ലേ? കമോൺ, ഫ്രീ ആയിട്ട് സ്പിൻ നടക്കുമ്പോ നിങ്ങളെങ്ങനെ വെറുതെ പോലെ എന്തേലും കാറോ പൈസ കിട്ടിയാലോ? വരൂ എല്ലാവരുടെ ലക്കം. എന്താടാ നിനക്ക്? എടാ എന്നെ എവിടെ കൊണ്ടുപോകുന്ന നീ? ആണല്ലേ? ഷർട്ടൂര് നിന്നപ്പോഴത്തേക്ക് കയറിയൊക്കെ പിടിക്കുവാൻ. വരൂ എന്തായാലും നിങ്ങളൊക്കെ ലക്കെന്ന് നോക്കട്ടെ. എനിക്ക് ഇച്ചിരി ലക്ക് കൂടുതലായിരുന്നു. ബിഗ് ഫിഷസ് ആയിട്ട് കയറി ലാസ്റ്റ്. കുഴപ്പമില്ല. അതൊക്കെ അങ്ങനെ ചിലപ്പോ മനസ്സിലായോ? വരുന്നുണ്ട്. ഒന്ന് കുറക്കട്ടോ അവനൊക്കെ. കുറയ്ക്ക, അവന്റെ ജീവിതം എടുക്കണം. സ്നൈപ്പേ ഇവിടെയാണ്. ഇതിനകത്തൊന്ന് കറക്കിക്കോ. ഫ്രീ പിന്നല്ല, അങ്ങോട്ട് വെച്ച് അങ്ങോട്ട് പിടിച്ചൊരു കറക്കങ്ങോട്ട് കറക്കാണ്ടല്ലേ ലൈഫ് രക്ഷപ്പെട്ട്.
ഈ അടി ഒറ്റ വലി, അത് തന്നെ പിടിയൊക്കെ കറക്റ്റാ, ഒറ്റ വലി അത്രേ ഉള്ളു. ആ സെറ്റ്. ആ അതൊന്നും കിട്ടാൻ പോകുന്നുണ്ട്. നത്തിങ് അടിക്കണ ഞാനിവനൊക്കെ ഒരേ ലക്ക് കേട്ടോ, ഞാനിവനൊക്കെ ഒരേ ആള്. അത്രേ ഉള്ളു ബ്രോ, അത്രേ ഉള്ളു. അപ്പൊ ഞാനും ഞങ്ങൾക്ക് ഒരേ വേവലെന്ത് എനിക്ക് ഇതായിരുന്നു. ഇപ്പൊ ഒരു സമാധാനമായി, കൂടെ ഒരാളുണ്ടല്ലോ. അടുത്തവൻ കറക്റ്റ്. എടാ എല്ലാവർക്കും നത്തിങ് ആണെങ്കിൽ ഇതുടായിപ്പല്ലേ സ്നേഹിപ്പേ. എനിക്ക് nothing ഇത്. ഒരു ഒറ്റ അടി കമോൺ. കറക്കിട്ട് ആ കാറ് പേടിച്ച് പറ. അവന് കിട്ടി. അവനെന്തോ കിട്ടി 30,000. എന്താ വേണം 30,000 യൂറോ. 30,000 കിട്ടി. എന്തൊക്കെ വേണം, ഒരു ദിവസം ഒരേ വട്ടം ഇറക്കാൻ പറ്റും. ലക്കൊക്കെ ഉണ്ടെങ്കിൽ കാറൊക്കെ കിട്ടും. സ്നൈപ്പ ഇവിടെ ബെറ്റ് വെക്കുന്ന എവിടെടാ? കുറച്ച് പൈസ വെച്ച് ബെറ്റ് വെക്കാണ്ട്. താഴ്ത്തു പോണോ? ചാടി പിടിക്കാൻ പോലും ഒരു പൊങ്കുച്ചിട്ട് കിട്ടുമോ നമുക്ക്? എനിക്കിതൊന്നും കണ്ടിട്ട് പിടിക്കുന്നില്ല സ്നൈപ്പേ. സ്നൈപ്പേ ഇവനെവിടെ പോയി? നീ എവിടെ? താഴെയാണോ? ആ ഓക്കെ കാണുന്നു. എവിടാ നീ? ഇത് ബോട്ടാണോ? ഒറിജിനലാണല്ലേ? അല്ല. ആ കണ്ട്. മറ്റേ BMW KV ആയിരുന്നു. ആ ഇറങ്ങി. എടാ മാർക്കട്ടെ. ആ കണ്ട്. Mr. X, we are recruiting. Join us and never be bored at work again. Contact through the page to know more details. ബാക്കിലാണ്. എടാ ഇതെന്താടാ ലോറിയൊക്കെ കിടക്കുന്ന ഇവിടെ? ദേ ലോറി കിടക്കുന്നു, നീ കണ്ടില്ലേ? ഇതാണ്ട ആ ബെറ്റ്. നമ്മള് കുറച്ച് റിച്ച് ടീംസ് ആണ്, ഇതൊക്കെ നമ്മള് പണ്ടേ കളിച്ചിട്ടുള്ള. ആ പോക്കർ കളിക്കാറിയോ നിനക്ക്? എടാ പവനെ നിനക്ക് കളിക്കാറിയോ? അവിടെ യൂണിറ്റ് ലീസ്റ്റ് 10 ചിപ്പ് ടു ബി എബിൾ ടു. എടാ 10 ചിപ്പ് വേണോ? അതെവിടെ നിന്ന് കിട്ടും? ദക്ഷനെ വിളിച്ചു നോക്കാൻ. ആ ഇത് കഴിഞ്ഞിട്ട് വേണം ദക്ഷനെ വിളിക്കാൻ. എടാ സിറ്റിയിൽ ദക്ഷ ഉണ്ടെന്ന് തോന്നടാ. നമുക്ക് ദക്ഷയായിട്ടൊന്ന് പുറത്തു പോകുന്നതിനെ പറ്റി എന്താണ് സ്നേഹിപ്പിന് അഭിപ്രായം? നമ്പർ തന്നെ വിളിക്കട്ടെ. ഇല്ല തന്നെ 15 പേർക്ക് ബാന്. നാളെ നീ കൂടെ പോയി കഴിയുമ്പോ HFന് ധൈര്യം വരുവേ. അടുത്ത പ്രാവശ്യം വരട്ടെ മിസ്റ്റർ എക്സ്. തരാ ഞാൻ. സോറി ബ്രോ സോറി. അതെ ഇവിടെ ഗേൾസ് അലൗഡ് അല്ലേ ബ്ലാക്ക് മാർക്കറ്റിനകത്തോട്ട്? റൂൾസ് അറിയില്ലേ? അതിലുണ്ടെങ്കിൽ നിങ്ങൾ പോയി വാങ്ങിച്ചിട്ട് വരണം. അങ്ങനെയാണ് ഇവിടുത്തെ റൂൾസ്. അങ്ങനെയാണ്. ബ്ലാക്ക് മാർക്കറ്റ് നമ്മുടെയാണ്. നമ്മളപ്പോൾ പെൺപിള്ളേരെ നോക്കി ഇല്ല പറ്റത്തില്ല. നിങ്ങൾക്കാണെങ്കിൽ ആണുങ്ങളാരേലും പോയി വാങ്ങിച്ചോണ്ട് വരണം. പോയി മറ്റൊന്നും പറയല്ല കേട്ടാ കൂലികളെ. മല വാ പോവാ. വണ്ടി ഇടുവാ. ദക്ഷന്റെ വണ്ടീന്റെ വീലൂരിയല്ല, ഇവന്റെ വണ്ടീന്റെ വീലൂരിയല്ല പാല. എടാ ഞാൻ പറഞ്ഞടാ പെൺപിള്ളേർക്ക് അകത്തോട്ട് പ്രവേശനം ഇല്ലെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അവനും കേറുന്നില്ല, അവൻ വണ്ടി എടുത്ത് പോന്ന്.
എടാ അപ്പൊ നോക്കാം മിക്കവാറും അവന്മാര് വീണ്ടും കേറും. അവന്റെ കേസ് ആവടാ. ലക്ഷ്യം നിനക്കൊണ്ട് വെയിറ്റ് ചെയ്യും. കൊറേ നേരം ഒരു പെണ്ണ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? കേറി ഹലോ ഒന്ന് കൈ വെക്കണം, കുട്ടി കൈ വെക്കണം. ഹലോ ആ ഇനി പുറത്തോട്ടിറങ്ങും. എന്ത് കേറിയിട്ട് പറ്റിയില്ല നല്ല ഇങ്ങോട്ട് കേറിക്കൂടാ. അങ്ങനെ റൂൾസ് അങ്ങനെയാണ്. പുറത്തോട്ടിറങ്ങണം. കുട്ടി റൂൾസ് കുട്ടി ഒന്ന് ഇറങ്ങാൻ പറ്റുമോ? ഇത് ഗണ്ണേം ചെയ്ത് കേറ് വണ്ടി കേറ്. എടാ വണ്ടി എടാ അവരവിടെ നിൽക്കുന്നു. കേറ് വേഗം പോയി ഊരി. ബീബിന്റെ വണ്ടിന്റെ ടയർ ബീവിന്റെ ടയർ വരാം. ഞാൻ ഇവിടെ സൈഡിൽ കൊണ്ടിടാം. നീ നൈസായിട്ട് ഇവിടെ എത്ര ജോയിന്റ് ഇല്ലല്ലോ ഇപ്പൊ. കുട്ടി മേടിച്ചാ എന്ത് മേടിക്കാനും കൊണ്ടുവന്നു? നീ വന്നു അല്ലോടാ. നിന്റെ വെല്ലുവിളിയൊക്കെ അപ്പൊ നിനക്ക് നീ വരുമെന്ന് അറിയാം എനിക്ക്. അതുകൊണ്ടാണ് വിളിച്ചത്. എന്ത് മേടിക്കാൻ? എന്താന്ന് പിള്ളേറ്റെ ട്രക്ക് ഓടിക്കാൻ പോവാണോ? ബാൽ ഇങ്ങോട്ട് വരൂ. എത്ര ലെവൽ ആയി മേടിക്കാൻ വന്നെന്ന് പറഞ്ഞ കുട്ടി ഇപ്പൊ പറയണ കാണാൻ വന്നതാന്ന്. ഇവിടെ വന്നുകൂടാന്ന് ഓൾറെഡി പറഞ്ഞത്. ബാൽ വിട്ടേക്ക്. കുട്ടിയുടെ പേരെന്തോ? എന്ത് സിയാനയോ? ഹലോ ആശാനെ. ആ പറഞ്ഞോ ബ്രോ. അന്ന് വണ്ടി തപ്പിപ്പിടിക്കാൻ പറഞ്ഞിട്ട് കിട്ടിയാലോ വണ്ടിയൊക്കെ? കിട്ടി. അത്രേ ഉള്ളു. അന്ന് ഞാൻ പിന്നെ കൊറേ പോയി. പിന്നെ നിങ്ങള് വേണ്ടെന്ന് പറഞ്ഞോണ്ടാ. അതെ വേണ്ട. ഓക്കെ കാണാം. എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അവളെ കണ്ടേ ചെയ്ത് വണ്ടി കയറ്റിക്കൊണ്ടായിരുന്നല്ല. നീ വണ്ടി കയറി കൊണ്ടുപോവാ. എടാ പറഞ്ഞ പോലെ എന്റെ ദക്ഷ അവിടെ വെയിറ്റ് ചെയ്യടാ. ഇത്ര നേരമൊക്കെ വെയിറ്റ് ചെയ്യിപ്പിച്ചപ്പോ ഇനിയും താമസിച്ച് ആ കൊച്ചു പോത്തില്ലേ ദക്ഷനെ പിടിക്കാദ്യം, എന്നിട്ട് മതി ഈ കുക്ക് ഉണ്ടാക്കാൻ. നീ അല്ലേടാ സിറ്റിയിൽ 6 പേര് എന്തോ ഉള്ളെന്ന് പറഞ്ഞത്. ഇതിപ്പോ കൊറേ ആവുന്നല്ലോ, 10-20 എണ്ണം ആയല്ലോ. ഇവനിത് എവിടെടാ ഈ പോകുന്നത്? വണ്ടി എടുത്ത് ഗ്യാങ് വണ്ടിയുടെ ടയർ വരിക, ബാൻ കിട്ടും. ഇവിടെ ഇല്ലാണ്ട വേണ്ട വിട്ടേക്ക് ദക്ഷ വെയിറ്റിംഗ്. നിനക്ക് കുഴപ്പമില്ല, നീ ഇരുന്ന് പറയും. ഇതിപ്പോ മറ്റേ നാളെ ഇപ്പൊ തന്നെ 15 പേർക്ക് ബാന്. നാളെ നീ കൂടെ പോയി കഴിയുമ്പോ HF ധൈര്യം വരുവേ. ആളില്ലാത്തപ്പോൾ ധൈര്യം വരുന്ന ടീമാണത്. നീ എന്നെ അങ്ങ് തൂക്കി കയറ്റി അങ്ങ് ഉണ്ടാക്കാന്ന് വിചാരിച്ചോടാ. നീയാണോ ബോംബ് വെച്ചേ? അല്ലല്ല, പിന്നാരാ? എനിക്കറിഞ്ഞൂടാ. അവിടെ നിന്ന് ആരെയും വെച്ചിട്ടുണ്ടാവും. കളിക്കല്ലേ നീ? സത്യമായിട്ട് ഞാനല്ല. ഉറപ്പാണോ? ഉറപ്പാണോ? ആന്ന്. അവള് എന്റെ ബിഗ് ബിയിൽ മമ്മൂട്ടി പോലും ഇത്ര ഒരു എസ്കേപ്പ് ചെയ്തിട്ടില്ല, മനസ്സിലായ? ഇത് ഇങ്ങനെയൊക്കെ ഇതൊക്കെ എന്തിനും ബോംബാണ്. ഇതൊക്കെ ഒരു ബോംബാണ്. എനിക്ക് മനസ്സിലാവണ്ട. ഒരു ബോംബാണ്. നീ എന്നെ കൊല്ലാൻ നോക്കിയല്ലേടാ? കാരണം വേറെ ആരും അവിടെ ഇല്ലായിരുന്നല്ലോ. അവര് എത്ര പേരുണ്ടായി ഇവിടെ? അല്ലെങ്കിൽ ഈ ടൈം ബോംബൊക്കെ ദൂരെ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുമോ?
അത് അവന്മാരാന്ന് തോന്നട്ടെ VV എന്നൊന്ന് നമുക്ക് പോയിട്ട് ഒരു കുളത്തെ കൊണ്ട് കുളത്തിയാലിയാ അതെന്താണ് ഇപ്പൊ കാണിച്ചത്? വാ പാർക്കോർ 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 ഇട്ട് ഇപ്പൊ നീയല്ലല്ലോ, നീ എന്നെ എങ്ങനെ കൊല്ലത്തില്ലെന്ന് നമുക്കറിയാലോ. അവന്മാര് VV നീ വാ കേറ് കേറ്. VV-യാടാ. വാ നമുക്ക് ചോദിക്കാം. നമുക്ക് അവന്മാര് വണ്ടി എടുത്തോണ്ടോ ബ്ലാക്ക് മാർക്കറ്റിൽ അങ്ങോട്ട് പോവാ. വണ്ടി ഇട്. എടാ ദക്ഷ ഇപ്പൊ പോവടാ. നീ സത്യം പറയടാ, നീ മനപ്പൂർവ്വം ഞാൻ ദക്ഷനെ ഇപ്പൊ കറക്റ്റ് നിന്റെ മാസ്ക് അതോട്ട് ബന്ധമുണ്ട് കേട്ടാ. ഇത് പെർഫെക്റ്റ് അല്ലേ? പെർഫെക്റ്റ്. എടാ നീ ഞാനും ദക്ഷയെ കാണാതിരിക്കാൻ വേണ്ടിയല്ല നീ പരിപാടിയൊക്കെ കാണിക്കുന്ന സ്നേഹിപ്പ വൃത്തികെട്ടവനെ. പറയടാ പന്നി. നീ വണ്ടി എടുക്കണം എന്നാ പിന്നെ. എനിക്കിപ്പോ എന്തൊരു പ്രശ്നം? 50 ലക്ഷം രൂപയാണ് ഈ വാൾവെട്രോണിക്കിന്. എന്നിട്ട് നമ്മൾ അന്ന് കൺസൈൻമെന്റ് എടുത്തത് 2 കോടിക്ക്. ദാറ്റ് ഈസ് ഹ്യൂജ് ലോസ്. അന്നേ ഞാൻ പറഞ്ഞ കുറച്ച് കൂട്ടി പറയാം. പിന്നെ ഫസ്റ്റ് കൺസൈൻമെന്റ് അടുത്ത പ്രാവശ്യം വരട്ടെ മിസ്റ്റർ എക്സ് തരാം ഞാൻ. അയ്യോ മിസ്സായില്ല. സോറി ബ്രോ സോറി. അതെ ഇവിടെ ഗേൾസ് അലൗഡ് അല്ലേ ബ്ലാക്ക് മാർക്കറ്റിനകത്തോട്ട്? റൂൾസ് അറിയില്ലേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി വാങ്ങിച്ചിട്ട് വരണം. അങ്ങനെയാണ് ഇവിടുത്തെ റൂൾസ്. അങ്ങനെയാണ്. ബ്ലാക്ക് മാർക്കറ്റ് നമ്മുടെയാണ്. നമ്മളിപ്പോ പെമ്പിള്ളേരെ ഒന്നും അകത്ത് കയറ്റാറില്ല. ഇല്ല പറ്റത്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ആണുങ്ങൾ ആരെങ്കിലും പോയി വാങ്ങിച്ചുകൊണ്ട് വരണം. എന്റെ പേര് ബാലൻ കെ നായർ. ബ്രോയുടെ പേര്? ബ്രോ നമ്മുടെ റൂൾസ് എങ്ങനെയാണ് ബ്രോ? അപ്പൊ അത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നോക്കണേന്ന്. അതാ നിങ്ങൾ കയറ്റി കഴിഞ്ഞാൽ നമുക്കാണ് പണി കിട്ടുന്നത്. സോറി കേട്ടോ. കേറല്ലേ. ഇതെന്തുവാടാ എഞ്ചിൻ പണിയോ നിനക്ക്? മണ്ടം വിശ്വസിച്ചു തോന്നട്ടോ. പെണ്ണിനെ കേട്ടില്ല. അവന് പെണ്ണായിരുന്നു. എടാ ഞാൻ പറഞ്ഞടാ പെമ്പിള്ളാർക്ക് അകത്തോട്ട് പ്രവേശനം ഇല്ലെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അവനും കേറുന്നില്ല. അവൻ വണ്ടി എടുത്ത് പോന്ന്. എടാ അപ്പൊ നോക്കാം മിക്കവാറും അവന്മാര് വീണ്ടും കേറും. കൊറേ നേരം ഒരു പെണ്ണ് വെയിറ്റ് ചെയ്തതിന് എങ്ങനെ ഇരിക്കും? ഹലോ ഒന്ന് കൈ വെക്കണം. കുട്ടി കൈ വെക്കണം. ഹലോ ഇനി പുറത്തോട്ടിറങ്ങും. എന്ത് കേറിയിട്ട് പറ്റിയില്ലെന്നല്ല, ഇങ്ങോട്ട് കേറിക്കൂടാ. അങ്ങനെ റൂൾസ് അങ്ങനെയാണ്. കുട്ടി ഒന്ന് പുറത്തോട്ടിറങ്ങണം. കുട്ടി റൂൾസ് കുട്ടി ഒന്ന് ഇറങ്ങാൻ പറ്റുമോ? ഇത് ഗണ്ണേമി നിൽക്കുന്നുണ്ടില്ലേ? കുട്ടി ഇവിടെ നിന്ന് പെട്ടെന്ന് വന്ന് ഇറങ്ങിയേ. കുട്ടി ഇവിടെ നിൽക്കാവുള്ളൂ. അകത്തോട്ട് കേറിക്കോട്ടെ. നമ്മുടെ റൂൾസ് എങ്ങനെയാണ്, അതുകൊണ്ടാണ്. അവൻ എന്തായാലും വാങ്ങിച്ചോണ്ട് വരും. ഓക്കെ ഹാപ്പി. കുട്ടി നമ്മുടെയാണ് ഈ ബ്ലാക്ക് മാർക്കറ്റ്. അപ്പൊ നമ്മള് ഇങ്ങനെ പുറത്ത് അങ്ങനെ ഇതിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങളിങ്ങനെ പറഞ്ഞോണ്ട് നമ്മൾ പറഞ്ഞാണ്. മനസ്സിലായി? അങ്ങനെ ഗേൾസ് ഒന്നും അകത്ത് കയറാറില്ല ഇതിനകത്ത്. അങ്ങനെ കേറിക്കൂടുന്ന ഒരു റൂൾസ്, അങ്ങനെ ഒരു റൂൾസ് ഉണ്ട്. അത് നമ്മള് തന്നെ നമ്മുടെയാണിത്. അപ്പൊ നമ്മള് ഉണ്ടാക്കിയ റൂളാണത്. അകത്തോട്ട് ഗേൾസിനെ കേറ്റിക്കൂടാ. എന്നാ പിന്നെ കുട്ടി കേറിക്കോ. പറഞ്ഞാ മനസ്സിലാവത്തില്ലേ? പിന്നെ എന്തോ ചെയ്യാനാ? കേറി വണ്ടിയിൽ.
കേറ് 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 പോവാൻ പോവാം. കേറ് കേറ് വണ്ടി കേറ് വെട്ടാൻ പോയതാ. ഞാനൊരാളെ കാണാനായിട്ട് ഇങ്ങനെ പോവായിരുന്നേ. അല്ലല്ല ആണുങ്ങളാ. അണ്ണാക്കുഞ്ഞിനെ മരംകയറ്റം പഠിപ്പിക്കാറില്ല ഞാൻ. ഏ കണ്ടാലറിയാം. അണ്ണാമ്പണ്ണിയ മരം കയറാൻ സമ്മതിക്കില്ല. അണ്ണാമണ്ണിയല്ല കുഞ്ഞെന്നാ പറഞ്ഞേ. അണ്ണാക്കുഞ്ഞ് അണ്ണാകുഞ്ഞിനെ മരം കയറ്റാൻ പഠിപ്പിക്കാറില്ലെന്നോ? പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അതിനവിടെ കോഴ്സ് ഒന്നും നടത്തുന്നില്ലല്ലോ അണ്ണാമ്പണ്ണിയൊന്നും. അത് തന്നെ. അണ്ണാക്കുഞ്ഞ് ആ ഗൈസ് നിങ്ങൾ ഇങ്ങനെ ടോക്സിക് ആവില്ലേ, ചുമ്മാ പറഞ്ഞു ഞാൻ. എന്താണ് ഗ്യാങ് ഫണ്ടോ? ഗേൾ ഫ്രണ്ട് അല്ല, എപ്പോഴും എനിക്ക് ഗ്യാങ്ങിനെ പറ്റി ചിന്തയുള്ളൂ, അതുകൊണ്ടാണ് സോറി കേട്ടോ. അതിന്റെ ഒരു പ്രശ്നമാണ്. എനിക്ക് ഈ ഗേൾസിനോടൊന്നും വലിയ ഗേൾ ഫ്രണ്ട്സ് ഒന്നും എനിക്ക് താല്പര്യമില്ല. ലിവിയല്ലേ? എടാ ലിവി പ്രശ്നമാണല്ലോടാ. സ്നൈപ്പർ നീ എവിടാ? എടാ നെക്സ്റ്റ് വിളിക്കുന്നടാ, മറന്നുവെന്ന് പറയാം. ഹലോ പീതാംബരൻ, ഞാൻ മൃണാളിനിയാണ്. അതെ ദക്ഷ, ഇത് ഞാൻ ബാലനാണ്. അത് കഴിഞ്ഞ ദിവസം എന്റെ ഫോൺ മിസ്സായി പോയായിരുന്നു, അപ്പൊ ആരോ വിളിച്ചായിരിക്കും. ബാലു ആയിരുന്നോ? അതെ അതെ ഞാനായിരുന്നു. കഴിഞ്ഞ ദിവസം എന്റെ ഫോണൊന്ന് മിസ്സായി പോയി, അതിന്റെ ആയിരുന്നു. ദക്ഷ എവിടെയാണ് ദക്ഷ? ഞാനിപ്പോ മുതുകിലുണ്ട്. അയ്യോ ഞാൻ ഇവിടെ വരാന്ന് പറഞ്ഞായിരുന്നല്ലേ. ചെറിയൊരു ബിസിനസ് മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. മുതുകിലുണ്ട്. അയ്യോ ഞാൻ ഇവിടെ വരാന്ന് പറഞ്ഞായിരുന്നല്ലേ. ചെറിയൊരു ബിസിനസ് മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ കഴിഞ്ഞോളൂ. ഞാൻ ഇപ്പൊ സാൻഡിന്ന് അങ്ങോട്ട് വരാമേ. ഓക്കെ ദക്ഷ അതാ വരുന്നത്. വെയിറ്റ് ഇട്ടില്ലേ. എടാ എവിടാ സ്നൈപ്പ? ഞാൻ ഇവിടെ എത്തി. ഇനി എന്നെ വട്ടം ചുറ്റിക്കല്ലേ നീ സ്നൈപ്പേ. ബ്ലാക്ക് മാർക്കറ്റ് എത്തി. കണ്ടടാ വിളിച്ചത് ബാലു. എന്താ സ്നേഹം? എന്നിട്ട് നീ ഇത് എന്നോട് പറഞ്ഞില്ലല്ലോ. സത്യം ഇത് മനഃപൂർവ്വമാണ്. ഇത് മനഃപൂർവ്വം എന്നെ പിടിച്ചു വെക്കുന്നതാണ്. നീ ആദ്യം എന്റെ വണ്ടി പൊട്ടിക്കാൻ നോക്കി, എന്നെ നടു റോട്ടിലാക്കി. ഇപ്പൊ ടയറ് വരെ ഊരി വിടാൻ നോക്കും. സത്യം പറ, നീയും ദക്ഷയും തമ്മിൽ എന്താണ്? ഞാനും ദക്ഷയും തമ്മില് അഗാർത്ഥമായ പ്രേമത്തിലാണ്. എന്നിട്ട് നീ ഇത് എന്നോട് പറഞ്ഞില്ലല്ലോ. സത്യം പറ സ്നൈപ്പേ, എന്തോ ഉണ്ടല്ലോ നിങ്ങൾ തമ്മിൽ. കുഴപ്പമില്ല, ഞാൻ വേണമെങ്കിൽ മാറത്തരാടാ. നിനക്ക് അങ്ങനെ ഒരു ഇഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ മാറാ എന്റെ പേട്ട് വണ്ടി. നിനക്ക് എന്തെങ്കിലും അങ്ങനെ താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ മാറത്തരാൻ സ്നൈപ്പേ. ഞാനല്ലേലും സിംഗിൾ ലൈഫിൽ ജീവിക്കുന്നേ, മനസ്സിലായോ? മറ്റേ അലൻ ജോസ് പെരേര പറയുന്ന പോലെ സിംഗിൾ ഡബിൾ ലൈഫിൽ ഭാര്യയും കുട്ടികളൊക്കെ ആയിട്ട് സിംഗിൾ ഡബിൾ ലൈഫിൽ ജീവിക്കാനാണ് എനിക്ക് താല്പര്യം. സ്നൈപ്പേ എന്താണ്? എനിക്ക് സിംഗിൾ ഡബിൾ ലൈഫിൽ ജീവിക്കാനാണ് താല്പര്യം. ഞാൻ വേണമെങ്കിൽ മാറത്തരാം. ഇല്ലെന്നോ? കുഴപ്പമില്ല. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ നീയും ദക്ഷയായിട്ട് ഒരു ബന്ധവും ഇല്ലെന്നാണോ നീ പറയുന്നത്? ഇല്ല. ഉറപ്പാണല്ലോ അല്ലേ? നാളെ ചിലപ്പോ ഇനി നമ്മൾ തമ്മിൽ എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ പിന്നെ സ്നേഹിപ്പ് വന്നിട്ട് എനിക്കോ കൊച്ചിന് ഇഷ്ടമൊന്നുമില്ല. ഓഹോ, ഇവന്റെയൊക്കെ വണ്ടി കണ്ടിട്ടുള്ളു, എടുത്തങ്ങ് ഇടിക്കാൻ പോകും. ബല പറ. ബല പറ. ബല പറ. എടാ നീ മുതുകിലോട്ടല്ലേ പോടാ, റൈറ്റ് എടുത്ത് പോയെങ്കിൽ ഇപ്പൊ എത്തിയാനെ. ഇതുവഴി പോയ പോരെ, പടയെത്താൻ. നീ നോക്കിക്കോടാ ഇപ്പൊ എത്തുന്നത്. പടക്കെന്ന് പറഞ്ഞിപ്പോ എത്തുന്നത് കണ്ടാ? നീ സ്പീഡ് കണ്ടാ? നീ മാപ്പ് കണ്ടാ എങ്ങനെട്ടാ പോന്നേന്ന്? സൂപ്പർ ഫാസ്റ്റ് മാതിരി. അവിടെ പുതിയ വഴികളൊക്കെ ഉണ്ടാക്കിയിട്ടേക്കുന്നത് നമുക്ക് പോവാൻ വേണ്ടിട്ട്. അതാദ്യം മനസ്സിലാക്കുക സ്നേഹിപ്പേ. അതിനുള്ള ബുദ്ധി പോലും വഴി നമുക്ക് എന്തിനാ ബാത്റൂമിൽ പോയാ? നീ എന്തിനു പല പറയുന്നത്? നീ എന്തൊക്കെ എക്സാമ്പിൾ ആണ് ഈ പറയുന്നത്? അല്ലെ പിന്നെന്തിന് ബാക്കിയുള്ള വഴികള്? പിന്നെന്തിനാ ഞാൻ ബാക്കിയുള്ള വഴി പോകാനാന്ന് ചോദിക്കാൻ വന്നത്. കത്തി
അതൊക്കെ അങ്ങനെ എടാ ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ ഒരുത്തനും കത്തൂല മനസ്സിലായ. അതിന് ഡ്രൈവിംഗ് സ്കിൽസ് വേണം. നിനക്ക് ആ സ്കില്ലുണ്ടോ? കണ്ടില്ലേ ചടിച്ചു പോകുന്നത്. തന്നെയല്ലേ എടാ എന്റെ അത്ര ഡ്രൈവിംഗ് സ്കില്ലുള്ള ഒരു പയ്യൻ ഈ സിറ്റിയിലുണ്ടോ? ഒരു ഡ്രിഫ്റ്റ് ഉണ്ട് നോക്കണം. ലക്കിന്റെ കാര്യം പറഞ്ഞത് ഓർമ്മ. എന്നിട്ട് പോയിട്ട് നത്തിങ് കിട്ടിയത് ഡ്രൈവിംഗ് ആയി. അത് കഴപ്പല്ലായിരുന്നോടാ കണ്ടത് അല്ലേ? അവനൊന്ന് നിർത്തി ഇടിച്ച് മലത്തിയിട്ട് അല്ലേ? തിരിച്ചു അവന് കത്തലാണ്. നിർത്തുന്നില്ല. ഹലോ കിഴപ്പാണതോടാ അവന് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല അവന്. അവനെങ്ങോട്ട് ഇതെങ്ങോട്ടാ പോയത്? എടാ അവൻ ഇതുവഴി പോയടാ. പോയി എന്റെ ഇതുവഴി വളഞ്ഞൊക്കെ പോയവൻ. എടാ ഇതുവഴി വളഞ്ഞൊക്കെ പോയെന്ന്. എടാ ഗൈസ് നിങ്ങളാരും ചുമ്മാ തെറിവിളിച്ചോണ്ടിരിക്കില്ല കഴിഞ്ഞ് റൈറ്റ് പോയാ കണ്ടില്ലടാ. നിനക്ക് ബഗ് ഉണ്ട് വാല. എനിക്കല്ല അവനല്ലേ ബഗ്. ഇല്ല നിനക്ക് ബഗ് ഉണ്ട്. എനിക്കാണ്. നീ FH സ്റ്റോറി മോഡ് ടൈപ്പ് ചെയ്യും. നിന്റെ അച്ഛനെ കൊണ്ട് ടൈപ്പ് ചെയ്യിപ്പിക്കടാ പുണ്ടാമോനെ. ഞാൻ പൊട്ടനാന്ന് വിചാരിച്ചോടാ സ്റ്റോറി മോഡന്ന് ടൈപ്പ് ചെയ്യാനായിട്ട്. വാല എന്തായാലും മണവാളായിട്ട് അടിച്ചാ അല്ല നമ്മളെപ്പോഴും തെന്നി മാറുന്നു. എന്റെ ദക്ഷിണയിൽ നിന്നും തെന്നി മാറും. നമുക്കത് ആരെങ്കിലും കൊണ്ടടിപ്പിച്ചാലേ. അതെ ദക്ഷയുടെ അല്ലേലും എനിക്ക് പെണ്ണൊന്നും വേണ്ട സ്നേഹിപ്പേ. പിന്നെ ഒരു കാര്യം പറയട്ടാ. പെണ്ണ് വേണ്ടല്ല വേണ്ട. അപ്പൊ മറ്റേ ജോബ് വരൂല. മറ്റേ കൈയും കിഡ്നിയൊക്കെ വെക്കും. അന്ന് നമുക്ക് ദക്ഷനെ കൊണ്ടിട്ട് ദക്ഷന്റെ രണ്ട് കണ്ണുകളൊക്കെ എടുത്താല. അല്ല അത് വന്നില്ലല്ലോ. അത് വരും നാളെ മറ്റന്നാളെ. വരുമ്പോഴല്ലേ എടാ വരുമ്പോ അവളെ അല്ല കൊണ്ടുപോകണം. ആ മഞ്ഞ ഡ്രസ് ഇട്ട് ഒരു പെണ്ണിനെ നീ കൊണ്ടുവരുന്നു അവിടെ വെച്ച് ബ്ലാക്ക് മാർക്കറ്റില്. അവളുടെ കുണം കേട്ടിട്ട് എനിക്കങ്ങ് ചൊറിഞ്ഞു വന്നു. അവളോട് മാന്യമായിട്ട് സംസാരിച്ചപ്പോൾ അവൾക്ക് സംസാരിക്കാൻ വയ്യ മര്യാദയ്ക്ക്. അടിച്ച് കീറണ്ട. നാളെ അവളുടെ കണ്ണും മറ്റേ മൂക്കും ഒക്കെ ഞാൻ വലിച്ചു കീറും. നാളെ നോക്കിക്കോ. ഞാൻ ഇപ്പം നാളെ വന്നു കഴിഞ്ഞാൽ ഏതോനടാ റൈസാണോ? നമുക്കിനി എല്ലാരെയും കൊണ്ട് സ്റ്റോറി മോഡ് എടുപ്പിച്ച് പറഞ്ഞിട്ടല്ലോ. അത്രേ ഉള്ളൂ. നമുക്ക് ഏതേലും ഒരുത്തനെ കൊണ്ട് പിടിപ്പിക്കാം. ട്രക്ക് ഓടിക്കുന്നതിന്റെ പിടിച്ചാൽ കിട്ടില്ല. സ്റ്റോറി അതാകുമ്പോ അവന് പൈസ കിട്ടത്തില്ല. അത് നാച്ചുറൽ ആയിരിക്കണം. നമ്മള് മുട്ട സംസാരം. അത് വർക്കിംഗ് ആണല്ലോടാ സാധനം. അങ്ങനെ സ്നൈപ്പേ എടാ എനിക്കും നിനക്കും വർക്കായി. അപ്പൊ അങ്ങനെ എല്ലാവർക്കും വർക്കാവോ അത്? ബ്രോ ഹലോ ചെക്ക് ഇടപെട്ട ബ്രോ. ബ്രോ ഒരു സാധനം ഒന്ന് ചെക്ക് ചെയ്യാനാണ് ബ്രോ. F8 അടിച്ചിട്ടെ ബ്രോ. ഹലോ കേക്കാമോ ബ്രോ? ഹലോ ആർക്കെങ്കിലും കേക്കാവോ? ബ്രോ ഈ F8 അടിച്ചിട്ട് അവിടെ ഇങ്ങനെ സ്റ്റോറി മോഡെന്ന് അടിച്ച് എൻ്റർ അടിച്ച എന്താ റിസീവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരുമോ? ജോബ് ഒരു 3 ജോബ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരണേ. F8 അടിച്ചിട്ട് സ്റ്റോറി മോഡ് ടൈപ്പ് ചെയ്യണം. സ്റ്റോറി മോഡെന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ കൊടുത്താൽ അപ്പം 3 ഓപ്ഷൻ വരും. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു തന്നെ. എനിക്ക് കാഷ്യറോ അങ്ങനെ എന്തോ ഒരു സാധനമാണ് വന്നത്. നമ്മള് അവിടെ ഇത് നടന്നില്ല, സ്ഫോടനം നടന്ന അതാ വരുന്നു ബ്രോ. പെട്ടെന്നേ F8 സ്റ്റോറി മോഡെന്ന് അടിക്കുമ്പോ ഏതൊക്കെ ഓപ്ഷനാണ് വരുന്നതെന്ന് കാണിച്ചു തന്നെ. F8 അടിച്ചിട്ട് സ്റ്റോറി മോഡ് അടിച്ച് എൻ്റർ കൊടുക്കുക. അപ്പൊ 3 ഓപ്ഷൻ വരും. അത് ഏതൊക്കെയാണെന്ന് പെട്ടെന്ന് പറഞ്ഞാ. STORYMODE മോഡ്. MODE എന്നിട്ട് എൻ്റർ അടി. അയ്യോ F8 അടിച്ച എൻ്റർ അടിച്ചാ. അടിക്കണ പിന്നല്ലാതെ ചുമ്മാ
ഞെക്കിക്കൊണ്ടിരുന്ന ഭൂത്തില് ആ F8 അടിച്ചിട്ട് STORY MODE രണ്ടുപേരെ കളഞ്ഞു. എടാ മറ്റവന് സ്പെല്ലിംഗ് അറിയത്തില്ലായിരുന്നു ആദ്യത്തവന്, അതാണ് പോവാൻ ഞാൻ. മറ്റോര് പോയി. അല്ല നമുക്ക് സിറ്റ് മൊത്തം അങ്ങ് ഇറക്കി വിട്ടല്ലോ അവിടെ എല്ലാത്തിനെയും. അടുത്തവൻ പാവമോൻ. അത് ലെഫ്റ്റ്. എടാ ശ്രേയ കുട്ടീനെ ഞാൻ അടിപ്പിച്ചു വിട്ടു.